യോഗം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി നമ്മുടെ ഗുരുകുലം നാരായണ പ്രസാദ് സ്വാമി സമാധിയായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സർക്കര ശിവരിമഠത്തിലാണ് അവരുടെ സമാധി ആയതിൻ്റെ ആ ഗുരുകുലത്തിൽ. അപ്പോൾ ആയതിൻ്റെ പേരിൽ നമുക്കൊരു മിനിറ്റ് പുരാനുശോചനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. സ്വാഗതം പറയലാണ് ആയതിൻ്റെ പേരിൽ 5 മിനിറ്റിന് വേണ്ടി ഭഗവാന്റെ ഒരു കീർത്തനം ആരംഭിച്ചിട്ടുണ്ട്. താദാനേകസന്തം സുന്ദം വരന്തം മജകം ഭവന്തം ശിവപ്രേമവൃന്ദം. ചേട്ടൻ നമ്മുടെ മണ്ഡലം ഇല്ലാത്ത പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ചേട്ടന് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് സന്തു ആദ്യമായി എങ്ങനെ ഉൾക്കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇന്നിവിടെ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ 10-70 പേര് 50 പേര് വരെ വന്നതാണ് യൂണിറ്റിൻ്റെ മെമ്പർഷിപ്പ് അനുസരിച്ച്. യൂണിറ്റിൽ കുറേ ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്ത ആളുകളൊക്കെ സാർ കുടുംബമാണ് പറഞ്ഞത്. ഇത് ഒരു കർമ്മമീമാംസ പരിശീലനമാണ്. ശ്രീനാരായണ ഗുരുവിനെ അറിയുക. കരി വേണ്ട, കരിമരുന്ന് വേണ്ട. അപ്പൊ തന്നെ ലോകം മൊത്തം, കേരളത്തിൽ മൊത്തം ഭാഷ മലയാളം അറിയുന്നവർക്ക് എല്ലാം അറിയാം ഇതുകൊണ്ട് അപകടമാണെന്ന്. കൂടമണിക്കമ്പലത്തിൽ എത്ര യോഗത്തിൻ്റെ അധ്യക്ഷൻ രാമശേട്ടൻ, സ്വാഗതം പറഞ്ഞ പുഷ്പാരേട്ടൻ, അതേപോലെ തന്നെ വേദിയിലെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള നരേന്ദ്രേട്ടൻ, സുഗതേട്ടൻ, കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള സായിച്ചേട്ടൻ, അതുപോലെ നമ്മുടെ മണ്ഡലത്തിൻ്റെ നെടുന്തൂണായി നിന്ന് പ്രവർത്തിക്കുന്ന മോഹൻലാലേട്ടൻ, പി കെ ബാലേട്ടൻ മണ്ഡലം പ്രസിഡന്റ്, അതേപോലെ കൃഷ്ണകുമാർ പാണാട്ടി, അതേപോലെ ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന ഗുരുധർമ്മ പ്രചരണ സഭയുടെ വനിതാ സംഘത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റ് യൂണിറ്റുകളുടെയും ഭാരവാഹികളെ, ഗുരുധർമ്മ പ്രചാരകരെ, എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ ഗുരുഭക്തരെ, എല്ലാവർക്കും വിനീത നമസ്കാരം. നമുക്കറിയാം, ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്ത് എല്ലാ ദിക്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നടക്കാനുള്ളത് ശിവഗിരിയിലാണ്. ഈ വരുന്ന 29, 30, 1, 2 തീയതികളിൽ ശിവഗിരിയിൽ ധർമ്മമീമാംസ പരിഷത്തും ഗുരുധർമ്മ പ്രചരണ സഭയുടെ വാർഷികവും നടക്കുകയാണ്. ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് വേണ്ട എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നതാണ്. നമുക്ക് എന്താ വേണ്ടത്? സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ കഴിയുന്ന അവസ്ഥ. ആ അവസ്ഥയാണ് എന്ത്? സന്തോഷമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ. എല്ലാം നേടി ഒരുപാട് തെളിവുകൾ നേടി, പൊതുസമൂഹത്തിൽ ഭൗതിക നേട്ടങ്ങളെല്ലാം നേടി, ഒട്ടനവധി സമ്പത്ത് നേടി, പൊതുസമൂഹത്തിൽ നിന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ കഴിയാത്ത ജീവിതം വിജയത്തിലാണോ?
അതുകൊണ്ടാണ് ഉണ്ണുവാനില്ലെങ്കിലും ഉടുക്കുവാനില്ലെങ്കിലും മക്കൾക്കും അച്ഛനും പരസ്പരം സ്നേഹത്തോടെ ചേർന്നിരിക്കുക വേണം. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികരെ വെച്ച് നോക്കൂ, നമ്മുടെ അച്ഛൻ നോക്കൂ, മുത്തച്ഛൻ നോക്കൂ, അയൽവക്കത്തേക്ക് നോക്കൂ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനില്ലെങ്കിലും ചോർന്നൊലിക്കുന്ന വീടുകൾക്ക് താഴെ മഴ വന്നിട്ട് സ്വസ്ഥമായിട്ടും ഉറങ്ങുവാൻ കഴിയാത്ത വീടുകളായിരുന്നു നമ്മുടെ വീടുകളിൽ ഭൂരിപക്ഷവും. നമ്മുടെ അച്ഛനും കാലത്തെണീറ്റ് നാം എണീറ്റു ഉറങ്ങുന്നവരെയുള്ള സമയങ്ങളിൽ നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി സ്വായത്തമാക്കുവാനുള്ള ശീലം നമ്മളിലുണ്ടാവും. കാലത്തെണീറ്റ് മക്കളെ ചേർത്ത് പിടിച്ച് കാലത്തെണീറ്റ് മക്കളെ ക്ലാസ്സിലേക്ക് വിടുമ്പോ ഒരുപാട് കഠിനാധ്വാനവും ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട മക്കളെ ക്ലാസ്സിലേക്ക് വിടുന്നത്. ആ ശ്രമങ്ങൾക്കൊടുവിൽ അതിന്റെ സാക്ഷാത്കാരം എന്ന നിറയിൽ നിങ്ങളുടെ മനസ്സ് നിറയിൽ വൈകുന്നേരം വണ്ടിയിലൊക്കെ നമ്മൾ സഞ്ചരിക്കും വേണ്ടില്ലേ, കുറെ ആളുകൾ ഇങ്ങനെ കടത്തിന്മേലും എന്തുണ്ടാവും, ഈ കലുങ്കുമൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഈ കടത്തിന്മേൽ കിടന്ന് കുടുംബത്തെ പരിചരിക്കാതെ മക്കളെ മനസ്സിലാക്കാതെ പോകുന്ന മക്കളാണ് ഇന്ന് പൊതുസമൂഹത്തെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത 12, 13, 14, 15 വയസ്സുള്ള മക്കളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വീടിൽ നിന്ന് 8, 10, 12 കിലോമീറ്റർ നിന്നും കണ്ടെത്തുമ്പോൾ ആ മക്കൾ എവിടെയാണെന്ന് ആ അച്ഛനമ്മമാർ അന്വേഷിച്ചിരുന്നെങ്കിൽ പോലീസിന്റെയോ എക്സൈസിന്റെയോ അല്ലെങ്കിൽ മറ്റു പൊതുപ്രവർത്തകരുടെ കയ്യിൽ ഒരു വിടുമായിരുന്നില്ല. ഈ പൊതുസമൂഹത്തിലെ നന്മ നിറഞ്ഞൊരിടമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബത്തിൽ സന്തോഷകരവും സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെയും ചിന്തകളുടെയും കൃതികളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു എളിയ ശ്രമം ഇന്ന് തന്നെ തുടങ്ങാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംസരിക്കുന്നു. ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെക്രട്ടറി ഗിരീഷ് ഉണ്ണികൃഷ്ണനെ നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് സാധനം ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ രാമകൃഷ്ണൻ കോപ്പുള്ളിപ്പറമ്പിൽ, പ്രസിഡന്റ് GDPS ഇരിഞ്ഞാലക്കുട മണ്ഡലം, എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച TK സന്തോഷ് GDPS ജില്ലാ പ്രസിഡന്റ്, എന്നോടൊപ്പം ഇവിടെ വേദിയിൽ നിൽക്കുന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ പലതവണ ഇതുപോലെ ഈ ഭാഗത്ത് യോഗം നടന്നത് ഞാൻ അറിഞ്ഞിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട് കണക്കില്ലാത്തതുകൊണ്ടൊക്കെയാണ് വരാൻ പറ്റിയില്ല. ഞാൻ മലയാള മനോരമയുടെ ലേഖകനാണ്, റിപ്പോർട്ടറാണ്. ഒരുപക്ഷെ അതിനപ്പുറം ശ്രീനാരായണ ഗുരുവിൻ്റെ വിശ്വമാനവിക ദർശനമായ ദൈവദശകം എന്ന കൃതി ഞാൻ നിങ്ങളുമൊക്കെ വളരെ ചെറുപ്പം മുതലേ ഈ ദൈവദശകം ആലപിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്. പക്ഷേ ഈ കൃതി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കൃതിയാണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ട ഒരു കൃതിയാണ് എന്നുള്ളൊരു സന്ദേശത്തിലൂടെയാണ് ഞാൻ ഇതുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. GDPSൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ മറ്റു സംഘടനകളെ പോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നിങ്ങളതിൽ പങ്കാളികളാണ്. എനിക്ക് തോന്നുന്നു ഇതിലേറ്റവും ജൂനിയറായിട്ടുള്ളത് ഞാൻ തന്നെയായിരിക്കും. അപ്പം എന്നേക്കാൾ കൂടുതൽ ഇത്തരം ചടങ്ങുകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരായിരിക്കും ഈ സദസ്സിലുള്ളവർ, മോഹൻലാലിനെ പോലുള്ള എല്ലാവരും. എന്തായാലും ഞാനിത് ഈ സംഘടനാ കാര്യങ്ങളിലേക്ക് കടക്കും മുമ്പ് ഞാൻ എൻ്റെ ഒരു അനുഭവം പ്രസംഗ രൂപത്തിലല്ല എങ്കിലും മഹാഗുരുവിൻ്റെ ഒരു കൃതി സ്പർശിച്ച് മുന്നോട്ട് പോയപ്പോൾ ഉള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് 1914 ഗുരു ശിവഗിരി മഠത്തിലെ അന്തേവാസികൾക്ക് വേണ്ടി രചിച്ച കൃതി. ഇത് 100-ലധികം ഭാഷകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനൊരു നിയോഗം എത്രയും ഭാഷകളെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്രയും ഭാഷകളിലേക്ക് മാറ്റപ്പെടുമെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല ഇത് തുടങ്ങിയത്. ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു കൃതി ചെയ്യണം എന്നുള്ള ചിന്തയിൽ, പ്രവർത്തിക്കണം എന്നുള്ള ചിന്തയിൽ തുടങ്ങി. ആദ്യം മലയാളത്തിലുള്ള ദൈവദശകം, ഗുരു നിത്യ ചൈതന്യ യതി മൊഴി മാറ്റിയ ഇംഗ്ലീഷ് പതിപ്പ് ഞാനൊരു ലാറ്റിൻ അമേരിക്കയിൽ നടന്ന ലോക യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ആ സമ്മേളനത്തിലേക്ക് ഈ ദൈവദശകവും അതോടൊപ്പം ഗുരുവിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ കൊണ്ടുപോയിരുന്നു, പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി 10 വർഷം മുമ്പ് കൊണ്ടുപോയി. അപ്പോൾ സാധാരണ
ലാറ്റിൻ അമേരിക്കയിൽ നമ്മുടെ മലയാളികളോ വ്യവസായികളോ ഒന്നും അധികം പോകേണ്ട ഒരു ആവശ്യമില്ല. ഇന്ത്യൻ നമ്മുടെ രീതി അനുസരിച്ച് വേണമെങ്കിൽ വിദേശത്ത് ദുബായിലും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും UK ഒക്കെ മലയാളികൾ തിങ്ങി നിറഞ്ഞ് ശ്രീനാരായണ സംഘടനകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അമേരിക്കയിലെ കൺവെൻഷനിൽ ശ്രീനാരായണ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ലണ്ടനിൽ നടന്ന ഈ കഴിഞ്ഞ മാസം 2-3 മാസങ്ങൾ മുമ്പ് നടന്ന കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ആംസ്റ്റർഡാമിൽ നടന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. മലേഷ്യയിലും ശ്രീലങ്കയിലും ഒക്കെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവദശകം ആദ്യം കൊണ്ടുപോയപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ യുവജന സമ്മേളനത്തിൽ ഗുരുവിൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു. ഗുരുവിൻ്റെ ജനനം മുതൽ ജനനവും സമാധി വരെയാണ് നമ്മൾ ആ ഡോക്യുമെൻ്ററിൽ സൂചിപ്പിച്ചത്. ജനനവും ബാല്യവും കൗമാരവും യൗവന കാലഘട്ടവും ഗുരു അവധൂതനായി സഞ്ചരിച്ച കാലഘട്ടം മുഴുവൻ പിള്ളത്തടം ഗുഹയിലെ പ്രതിഷ്ഠ, മനുസ്വാമലയിലെ പിള്ളത്തടം ഗുഹയിലെ തപസ്, അരിയൂപ്പുറത്തെ പ്രതിഷ്ഠ, മഹാപ്രതിഷ്ഠ 1888 പ്രതിഷ്ഠ ഉൾപ്പെടെ അടങ്ങിയ ഒരു ഡോക്യുമെന്റേഷനായിരുന്നു അവിടുത്തെ അവതരണം. ആ അവതരണ വേളയിൽ മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ച്, കറുത്തവർഗക്കാർക്ക് വേണ്ടി പോരാടിയ മാർട്ടിൻ ലൂതർ കിങ്ങിനെ കുറിച്ചും അത് സമാനമായ രീതിയിൽ പോരാടിയ നെൽസൺ മണ്ടേലയെ കുറിച്ചും എല്ലാ ഡോക്യുമെന്ററികളിൽ പ്രദർശനമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മഹാഗുരുവിൻ്റെ ഡോക്യുമെന്ററി പ്രദർശനം നടക്കുന്ന എയർപോർട്ട് സ്റ്റേഡിയത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് MLA-മാരുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, MP-മാരുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളുടെ യുവജന വിഭാഗം പ്രതിനിധികളൊക്കെ 14 പേരുകൾ അടങ്ങുന്ന ഒരു ടീമായിരുന്നു. ഇതിൽ ഗുരുവിൻ്റെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിറിയൻ പത്രപ്രവർത്തക യുവതി എൻ്റെ അരികിലേക്ക് വന്നു. അവരെ അവിടെ ദ്വിഭാഷയുടെ സഹായത്തോടു കൂടിയൊക്കെ അവർ സംസാരിച്ചു. അവർ അറബ് ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. അവർ ഈ ഡോക്യുമെന്ററി കണ്ടിട്ട് പറഞ്ഞു, ഡോക്യുമെന്ററിയിലെ സന്ദേശം കണ്ടിട്ട് പറഞ്ഞു, ദൈവദശകത്തിലെ വരികൾ കേട്ടിട്ട് പറഞ്ഞു, ഹാദൽ കലിമാത്ത് ലമസ്ത് കൽബി, ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഡോക്യുമെന്ററിയിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഇതുപോലൊരു ആത്മീയാചാര്യനായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമെന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശം ചോദിച്ചു മനസ്സിലാക്കി. അവർ സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് അതിൻ്റെ പ്രതാപകാലത്ത് വിദേശത്ത് പോയി പഠനം നടത്തിയ ഒരു പെൺകുട്ടിയാണ്, ജേർണലിസം വിദ്യാർത്ഥിയായിരുന്നു. അവരങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ സിറിയയിലെ യുദ്ധത്തിൽ, ആഭ്യന്തര യുദ്ധത്തിൽ അവരുടെ പിതാവ് മരണപ്പെട്ടു. അതുപോലെ മറ്റൊരു ദിവസം അവരുടെ സഹോദരൻ മരണപ്പെട്ടു. ഉമ്മയും അവരും മാത്രമായിട്ട് ജീവിക്കുകയാണ്. സിറിയയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗൈഡായിട്ടായിരുന്നു അവരുടെ ജീവിതം. അവിടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അവിടെ യുദ്ധം നടക്കുന്നത് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമൊന്നുമല്ല, അവരുടെ രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള തർക്കം, മതത്തിന്റെ ഉള്ളിലുള്ള വിഭാഗങ്ങളുടെയും പേരിലുള്ള തർക്കം കൊണ്ടാണ് അവരുടെ പിതാവിനെയും അവരുടെ സഹോദരനെയും നഷ്ടപ്പെട്ടത്. ആ വേദനയോടുകൂടിയാണ് അവർ ഈ ഡോക്യുമെന്റ് കാണുമ്പോൾ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി എന്നൊരു സന്ദേശം, നമ്മുടെ മഹാഗുരുവിന്റെ സന്ദേശം അവരുടെ കാതുകളെ വല്ലാതെ സ്പർശിച്ചു. അവർ പറയുന്നത് ഇതുപോലൊരു ആത്മീയ ആചാര്യനാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഡോക്യുമെന്ററിയെ അവർ നെഞ്ചോട് ചേർത്തത്. അപ്പോൾ എനിക്ക് തോന്നി ശരിയായി ഗുരുവിൻ്റെ വചനങ്ങൾ ലാറ്റിൻ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത്, ഫുട്ബോൾ പ്രേമികളുടെ രാജ്യത്ത് ഇത്തരം വാക്കുകളെ ആ വരുന്ന സദസ്സ് 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ അവർക്കെല്ലാവരുടെയും മറുപടികളൊന്നാണ്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ലോകത്തിങ്ങനെ ഒരു ആത്മീയാചാര്യൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ദൈവദശകത്തിലെ വരികളും അവരെ വല്ലാതെ സ്പർശിച്ചു എന്ന്. അങ്ങനെയാണ് ദൈവദശകം 100 ലോകഭാഷകളിലേക്ക് സമാഹരിക്കുന്നതിന് ഞാനൊരു തുടക്കമിട്ടത്. ആ സമയത്ത് എനിക്ക് തോന്നി എങ്ങനെയാണ് ദൈവദശകം തുടങ്ങാൻ കാരണമെന്ന് ഞാൻ ചിന്തിച്ചു. പലപ്പോഴും ശിവഗിരിയിലെ സമാധി മന്ദിരത്തിൽ ചെല്ലുമ്പോൾ പുലർച്ചെ എൻ്റെ പിതാവിനോടും കുടുംബാംഗങ്ങളോടും ഒക്കെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലളിതമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്ന പ്രാർത്ഥന
ദൈവമേ എന്ന് തുടങ്ങി സുഖം എന്ന പദത്തിൽ അവസാനിക്കുന്ന ഈ പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ ചടങ്ങുകളിലൊക്കെ പ്രാർത്ഥന ചൊല്ലിപ്പോകും. പക്ഷെ ഇതിലെ ഓരോ വരികളും ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞു എന്നത് പിന്നീട് 4.5 വർഷം കൊണ്ട് ഞാനിത് വിവിധ ഭാഷകളിലേക്ക് 60 ഇന്ത്യൻ ഭാഷകളിലേക്കും 44 വിദേശ ഭാഷകളിലേക്കും മൊഴി മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത്. ഒരു ഹീബ്രു ഭാഷയുണ്ട്, ജൂതന്മാരുടെ ഭാഷയാണ് ഹീബ്രു ഭാഷ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ തമിഴും നമ്മുടെ മലയാളത്തിന് പുറമെ തമിഴും കന്നഡയും തെലുങ്കും കാസർഗോഡ് അടുത്ത് തുളുവും അതുപോലെ കൊങ്ങണി ഭാഷയിലും മറാത്തിയിൽ ബോംബെയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറാത്തി ഭാഷയിലും ഗുജറാത്തി ഭാഷയിലും ഗുജറാത്തിലെ തന്നെ കച്ച് ഭാഷയിലും അതുപോലെ കാശ്മീരി ഭാഷയിലും ഹിമാചൽ പ്രദേശിലെ പഹാഡി ഭാഷയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആസാമീസിലും ത്രിപുരീസിലും മണിപ്പൂരിലും ഒക്കെ തായ്ക്കംതി എന്ന് പറയുന്ന ബുദ്ധമത വിശ്വാസികളുടെ ഭാഷയിലുമൊക്കെ ബുദ്ധൻ സംബന്ധിച്ച പാലി ഭാഷയിൽ ശ്രീലങ്കയിൽ നിന്ന് ലഭിച്ച പാലി ഭാഷയിലുമൊക്കെ ഈ ദൈവദർശനം മൊഴി മാറ്റിയപ്പോൾ ഓരോ മൊഴി മാറ്റിയ വിദഗ്ധർക്കെല്ലാവർക്കും മനസ്സ് തൊടുന്ന അനുഭവമാണ് അവർ പങ്കുവച്ചത്. അതിൽ 1-2 പേര് പറഞ്ഞ ഒരു അനുഭവങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഈ ഹീബ്രു ഭാഷയിലെ മൊഴി മാറ്റിയാണ്. ഞാനിങ്ങനെ മൊഴി മാറ്റുന്നതിന് മുമ്പ് മഹാഗുരുവിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം, അല്ലാതെ ഒരു പ്രാർത്ഥന മാത്രം ഞാനിങ്ങനെ മാറ്റാനല്ല ലക്ഷ്യമിടുന്നത്. ഞാൻ ആ മഹാഗുരുവിൻ്റെ കുറച്ച് സന്ദേശങ്ങൾ കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് പ്രൊഫസർമാർ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ചില പുസ്തകങ്ങളിൽ നിന്ന് ഗുരുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളൊക്കെ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഒരുപാട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഡെൻബൻ അമോസ് എന്ന് പറയുന്ന ഹീബ്രു സർവകലാശാല ഹീബ്രുവിലേക്ക് മൊഴി മാറ്റാൻ ഉദ്ദേശിക്കുന്ന വിവിധ സർവകലാശാലയിലെ വിസിറ്റിംഗ് പ്രൊഫസറായ ഡെൻബൻ അമോസ് ഇത് നോക്കിയതിന് ശേഷം എന്നെ ബന്ധപ്പെട്ടു. മെയിലിൽ തന്നെ അവർ കോൺടാക്ട് ചെയ്തു. ഗുരുവിൻ്റെ അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത് 2 സംഭവങ്ങളാണ് എന്ന് പറഞ്ഞു. ഒന്ന്, ആലുവ സർവമത സമ്മേളനത്തിൽ ഗുരു 100 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആലുവ സർവമത സമ്മേളനത്തിലെ സത്യവ്രത സ്വാമികളുടെ സ്വാഗത പ്രസംഗമാണ് അദ്ദേഹത്തിനെ ആകർഷിച്ചതെന്ന് പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ തീർത്ഥാടന സന്ദേശം. ഞാൻ നൽകിയ കത്തിൽ ഗുരുവിൻ്റെ തീർത്ഥാടന സന്ദേശം ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് നോക്കിയപ്പോൾ സത്യവ്രത സ്വാമികളുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് അവിടെ സർവമത സമ്മേളനത്തിൻ്റെ ചുവരുകളിലും അതിൻ്റെ പുറത്തും എഴുതി വെച്ചിരിക്കുന്ന സന്ദേശങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മളിപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളുടെ മുകളിലൊക്കെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഈ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ നിങ്ങൾക്ക് എതിർപ്പ് ഉണ്ടെങ്കിൽ യുക്തിസഹജമായി അത് ഞങ്ങളോട് അവതരിപ്പിച്ചാൽ ഞങ്ങളുടെ തീരുമാനം മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഞങ്ങളൊരു ആശയം മുന്നോട്ട് വെച്ചാൽ ആ ആശയത്തിൽ എതിർപ്പുണ്ടെങ്കിൽ യുക്തിസഹജമായി നിങ്ങൾ അവതരിപ്പിച്ചാൽ അത് ഞങ്ങൾ മാറ്റാവുന്നതാണ്. നമ്മളുടെ ഈ ചെറിയ യോഗത്തിൽ പോലും, നമ്മുടെ നാട്ടുപുറങ്ങളിൽ നടക്കുന്ന ഇത്തരം യോഗങ്ങളിൽ പോലും ഒരു തീരുമാനം ഇവിടെ നിന്ന് പറഞ്ഞാൽ അതിന് 2, 3, 4, 5 അഭിപ്രായങ്ങൾ വന്നിട്ട് തർക്കം വരികയാണ്. നമ്മുടെ യോഗങ്ങളിൽ തന്നെ പലപ്പോഴും അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ടല്ലോ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞത് ഇപ്പോഴും നമ്മൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ പുനരാലോചിക്കാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ ആശയം നമുക്ക് നടപ്പിലാക്കാം. അത്തരം എല്ലാ സംഘടനകളെയും ബാധിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു തർക്കങ്ങളെ, അതായത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചൈനയിലെ 3 ജോർജസ് സർവകലാശാലയിലേക്ക് ഒരു സംഘത്തെ അയക്കണം, ചൈനയിലെ ഏറ്റവും വലിയ സർവകലാശാലയിലേക്ക് ഒരു സംഘത്തെ അയക്കണം. അത് സംബന്ധിച്ച് അന്ന് രാവിലെ ദൈവദശകം മൊഴി മാറ്റുന്നതിനെടുത്ത അന്ന് രാവിലെ ഉണ്ടായിരുന്ന അവരുടെ സർവകലാശാലയിലെ വലിയ പ്രൊഫസർമാർ തമ്മിലുള്ള ഒരു തർക്കത്തെയാണ് അദ്ദേഹം ഇതുമായിട്ട് കൂട്ടിക്കിടക്കിയത്. അപ്പോൾ ഗുരു വച്ച ഒരു സന്ദേശം അദ്ദേഹം പറയുന്നു. നമ്മൾ ആരും അങ്ങനെ ഇത് ചെയ്തു പോകുന്നില്ല. നമ്മുടെ യോഗങ്ങളിൽ പോലും തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ആശയമാണ്
അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത് ഗുരുവിൻ്റെ തീർത്ഥാടക സന്ദേശം പറഞ്ഞു. തീർത്ഥാടക സന്ദേശം ഇന്നും പ്രസക്തമാണ് എന്നുള്ളത് അദ്ദേഹം എണ്ണി പറയുകയായിരുന്നു. ഒരു കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്ര മൈതാനിൽ വിശ്രമിക്കുമ്പോഴാണ് തീർത്ഥാടനത്തിന് അനുമതി തേടിയത്. ഗുരുവിനോട് പറഞ്ഞവർ തീർത്ഥാടനം, മുസ്ലിം മതവിശ്വാസികൾക്ക് തീർത്ഥാടനമുണ്ട്, ക്രൈസ്തവ മതവിശ്വാസികൾക്ക് തീർത്ഥാടനമുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും, ജൈനമതവും പാർശ്വമതവും ബുദ്ധമതവും എല്ലാവർക്കും അവരുടെ ആത്മീയാചാര്യന്റെ സന്നിധിയിലേക്ക് തീർത്ഥാടനമുണ്ട്, നമുക്കും തീർത്ഥാടനം വേണം എന്ന് പറഞ്ഞപ്പോൾ ശബരിമലയുണ്ടല്ലോ, അല്ലെങ്കിൽ വർക്കല ജഗന്നാഥ ക്ഷേത്രമുണ്ടല്ലോ, അവിടേക്കൊക്കെ തീർത്ഥാടനമാണോ, ശിവഗിരിയിലേക്ക് വേണമോ എന്ന് ചോദിച്ചു. ഇല്ല, ശിവഗിരിയിലേക്ക് ഒരു തീർത്ഥാടനം വേണം. അവിടെ ഒന്നും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ പലതുമുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ തീർത്ഥാടനങ്ങളായിട്ട് വലിയ വലിയ വാഹനങ്ങളിൽ ബുക്ക് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. അന്ന് പക്ഷേ നമ്മളെന്നും അവിടെയൊന്നും പ്രവേശിപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിവഗിരിയിൽ തീർത്ഥാടനം വേണമെന്ന് ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ ഗുരു ശിവഗിരി തീർത്ഥാടനം പറഞ്ഞതോടൊപ്പം തന്നെ ഗുരു പറഞ്ഞു ഒരു 8 കാര്യങ്ങൾ, അഷ്ടലക്ഷ്യങ്ങൾ ഗുരു പറഞ്ഞു. അഷ്ടലക്ഷ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അഷ്ടലക്ഷ്യങ്ങൾ ആദ്യം വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം. 8 ലക്ഷ്യങ്ങൾ ഗുരു പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇപ്പോഴും ചെയ്തു പോകുന്നു. ഈ ഡെൽബൻ നമോസ് ഇത് പഠിച്ചിട്ട് ഇത് ലോകത്ത് ഏത് വിഭാഗത്തിലാണ് ഇത് ഒഴിവാക്കാൻ പറ്റുക? ലോകത്ത് ഭൂമിയിൽ ഏത് വിഭാഗത്തിനാണ് അമേരിക്കക്കാരനെ ഒഴിവാക്കാൻ പറ്റുക? കൃഷിയും കച്ചവടവും സംഘടനയും എല്ലാം വേണ്ടേ? ശാസ്ത്ര സാങ്കേതിക പരിശീലനം വേണ്ടേ? ജപ്പാനിൽ വേണ്ടേ? ജർമ്മനിയിൽ വേണ്ടേ? യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം വേണ്ടേ? ഏത് ആമസോൺ കാടുകളിലെ ഗോത്രവർഗക്കാർക്ക് പോലും അവർക്ക് കൃഷി വേണം. ഒരുപക്ഷെ ആമസോൺ കാടുകളിലായിരിക്കാം ശുചിത്വം ഉണ്ടായില്ല, പക്ഷെ അവർക്ക് കൃഷി ഉണ്ടാകാം, അവർക്ക് ഭക്ഷണം വേണം. അപ്പൊ കൃഷി തന്നെ നിർത്തി. അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞത് ഇതുപോലെ ഒരു സന്ദേശം നൽകിയ ഗുരുവിന്റെ കൃതിയെ സ്പർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹീബ്രു ഭാഷയിലേക്ക് അദ്ദേഹം മൊഴി മാറ്റിയത്. അതുപോലെ അറബ് ഭാഷയിലേക്ക് മൊഴി മാറ്റി. അദ്ദേഹം അറബ് ഭാഷയിലേക്ക് മൊഴി മാറ്റിയതിന് ശേഷം ഷിഹാബ് ഗരീം എന്ന് പറയുന്ന കവി ഇത് അള്ളാഹു ദൈവമേ എന്ന് തുടങ്ങുന്ന അതിനെ അള്ളാഹുവെ എന്ന് തന്നെ അവരെ ഒരു ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ശിവഗിരി സന്നിധിയിലേക്ക് വന്ന് ശിവഗിരിയിൽ വെച്ച് അദ്ദേഹം ദൈവദശകം അറബി ഭാഷയിലുള്ളത് സമർപ്പിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിന് പറഞ്ഞത് അറബി ഭാഷയിലേക്കും സിറിയൻ ഭാഷയിലേക്കും മാറ്റിയല്ലേ. അത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വന്നു. ദൈവദശകത്തിലെ വരികളും ആ സംഭവം തമ്മിലാണ് അദ്ദേഹം കൂട്ടിയിണക്കി എന്നോട് ചർച്ച ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ വില്ലയിലേക്ക്, ദുബായിലെ വില്ലയിലേക്ക് എനിക്ക് ക്ഷണം കിട്ടി, ഞാൻ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് സിറിയയിൽ തന്നെ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത്, യുദ്ധ സ്ഥലങ്ങളിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഇടപെട്ടിട്ട് അവിടുത്തെ ഈ സാമൂഹ്യ സംഘടനകൾ, റെഡ് ക്രോസ് പോലുള്ള സംഘടനകൾ ഭക്ഷണം വിതരണം ചെയ്യും. ഏറെ പ്രായമുള്ളവരെ പ്രത്യേകം ടെന്റുകളിൽ താമസിപ്പിക്കും. യുദ്ധത്തിന്റെ ഇടവേളകളിൽ ഇവർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനത്തിലൂടെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യും. അതുപോലെ ഡോക്ടർമാർ വന്ന് പരിശോധന നടത്തും. അപ്പോൾ ഒരിക്കൽ ഡോക്ടർമാർ വന്ന ദിവസം പ്രായമായവരെയൊക്കെ പരിശോധിച്ച് മരുന്നുകൾ കൊടുക്കും. ഒരു പിഞ്ചു ബാലന്റെ അരികിലേക്ക് എത്തി. പിഞ്ചു ബാലന്റെ അരികിലേക്ക് എത്തിയപ്പോൾ ഈ പിഞ്ചു ബാലൻ ഡോക്ടറോട് ചോദിക്കുകയാണ്, വിശക്കാതിരിക്കാനുള്ള മരുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ രാവിലെ എണീറ്റ ഉടനെ ചായയും 9 മണിക്ക് പ്രാതലും ഉച്ചഭക്ഷണവും, ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചു, വൈകിട്ട് ചായ, ഇതൊക്കെ കഴിയുന്നുണ്ട്. യുദ്ധസ്ഥലത്ത് ദിവസങ്ങളോളം ഭക്ഷണമൊന്നും കിട്ടാതെ ആയപ്പോൾ ആ പിഞ്ചു ബാലന്റെ മനസ്സിൽ വന്ന ആശയമാണ് ഈ വിശക്കാതിരിക്കാനുള്ള ഗുളിക കിട്ടിയാൽ എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട്. അവിടെയാണ് ഗുരുവിന്റെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ദൈവദശകത്തിലെ ഏറ്റവും ലളിതമായ വരിയാണിത്. ഏറ്റവും പെട്ടെന്ന് അർത്ഥം മനസ്സിലാവുന്ന വരിയാണ്. ഇതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം ദുബായ് പോർട്ടിന്റെ ഡയറക്ടറാണ്. ഇപ്പോഴും പ്രായാധികം ഉണ്ടെങ്കിൽ പോലും ഈ
ഇമെയിലൊക്കെ അയക്കാറുണ്ട്. അദ്ദേഹം ഇനിയും കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ ദൈവദശകത്തിന്റെ അറബി പതിപ്പ് സ്ഥാപിക്കണമെന്നുള്ള ഒരു ആശയം അവർ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇനിയും വരാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച വേണം. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ തായ് കംതി ഭാഷ എന്ന് പറയുന്ന ബുദ്ധമത വിശ്വാസികളുടെ ഭാഷയാണ്. ഈ തായ് കംതി ഭാഷയിലേക്ക് ദൈവദശകം മൊഴി മാറ്റാൻ ശ്രമം നടത്തി. അദ്ദേഹം ആദ്യം ബുദ്ധമത വിശ്വാസികളുടെ ഭാഷ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ശ്രമിച്ചത്. അരുണാചൽ പ്രദേശിലെ ഉപമുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഇത് സമർപ്പിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിലെ ഒരു വ്യവസായി മുഖേനയാണ് ഞാൻ കൽക്കത്തയിൽ നിന്ന് ആസാമിലേക്കും അവിടെ നിന്ന് മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്ന് 12 മണിക്കൂർ ദൈർഘ്യമായിട്ട് ഹെലികോപ്റ്റർ മാർഗം ആസാമിലേക്ക് അരുണാചൽ പ്രദേശിലേക്ക് പോകാൻ എനിക്ക് അവസരം ലഭിച്ചത്. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഇത് സമർപ്പിച്ചു. അദ്ദേഹം സമർപ്പിക്കുന്നതിന് മുൻപും ഇതുപോലെ മറ്റു വിവരങ്ങളൊക്കെ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാനന്ന് ഇംഗ്ലീഷിലേക്ക് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിന് നൽകിയത് ഗുരു മണ്ണന്തല ദേവീക്ഷേത്രം, ഗുരു പ്രതിഷ്ഠ നടത്തിയ തിരുവനന്തപുരത്തെ മണ്ണന്തല ദേവീക്ഷേത്രത്തിൽ വിശ്രമിക്കുമ്പോൾ ഗുരുവിൻ്റെ അവിടെ അനുയായികൾ അല്ലെങ്കിൽ ശിഷ്യരെ പോലെയുള്ളവരെ ചെന്ന് പറഞ്ഞു, ഗുരുവിൻ്റെ പ്രധാന ശിഷ്യനായി കണക്കാക്കുന്ന ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ ഒരാളായ സഹോദരൻ അയ്യപ്പൻ പറയുന്നത് ഗുരു പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. അതുകൊണ്ട് അത് തിരുത്തു വേണം. അപ്പോൾ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശം പറയുമ്പോൾ സഹോദരൻ അയ്യപ്പൻ പറയുന്നത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ഇതാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു യുക്തി, രണ്ടും വ്യത്യസ്തമുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അത് ഗുരുവിനെ സംശയത്തിൽ അറിയിച്ചു. അപ്പോൾ ഗുരു ചിരിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞു. എന്നാലോചിച്ച് നോക്കിയേ, സഹോദരൻ അയ്യപ്പന്റെ പ്രവൃത്തി എന്താണെന്ന് വിശ്വബോധനം ഉൾപ്പെടെ നടത്തിയതുകൊണ്ട് അത് ഒറ്റയടിക്ക് മനസ്സിലായി അവർക്കും. സഹോദരൻ അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. നമ്മുടെ ആരുടെയും വർത്തമാനത്തിൽ ദൈവം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയിൽ ദൈവം വേണമെന്നുള്ള മഹാസന്ദേശമാണ് ഗുരു നൽകിയത്. ആ വാക്കുകളാണ് അരുണാചൽ പ്രദേശിലെ ഉപമുഖ്യമന്ത്രി ചൗന മെയിൻ ശ്രദ്ധിച്ചത്. അദ്ദേഹം ഇത് മൊഴി മാറ്റിയിട്ട് അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ ടെമ്പിളിൽ വെച്ച് ഇത് പ്രകാശനം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഗുരുവിൻ്റെ സന്നിധിയിൽ എത്തണമെന്നൊരാഗ്രഹം. കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾ ആ സമയത്ത് ഇന്നിവിടെ അവതരിപ്പിക്കും, നമ്മുടെ കലാമണ്ഡലം മാധുരി ടീച്ചറിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ദൈവദശകം നൃത്തരൂപേണ മോഹിനിയാട്ടത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ ചടങ്ങ് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചു. ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ആലുവ അദ്വൈതാശ്രമത്തിന് അദ്ദേഹം പോയി. ഈ മൊഴി മാറ്റിയ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തു. ഗുരുവിന്റെ ഈ ദൈവദശകത്തിന് മൊഴി മാറ്റിയ കാര്യം അതാണ് അദ്ദേഹം നാട്ടിൽ വന്നിട്ട് സമർപ്പിക്കാനുള്ള താല്പര്യം തോന്നുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ചുരുക്കാം. നമ്മുടെ പോലീസ് മേധാവി ഉണ്ടായിരുന്നു തൊട്ട് മുമ്പ്, ഇദ്ദേഹം വരുന്നതിന് തൊട്ട് മുമ്പുള്ള പോലീസ് മേധാവി ലോകനാഥ് ബെഹ്റ. അദ്ദേഹമാണ് ദൈവദശകം ഒഡിയ ഭാഷയിലേക്ക് മൊഴി മാറ്റിയത്. ഒഡിയ നമ്മുടെ കേരളത്തിന്റെ തൊട്ട് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊന്ന് ഒഡിയയിലെ ഭാഷയിലേക്ക് മാറ്റണമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഒഡിയ ഭാഷയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒഡിയയിലെ പ്രൊഫസർമാരെയും ഈ കവികളുടെ ശൃംഖലയും ഒക്കെ ഞാൻ ബന്ധപ്പെട്ടു. കേരളത്തിൽ നടക്കുന്ന കവി സമ്മേളനങ്ങളിൽ ഒഡിയയിൽ നിന്നുള്ള കവികൾ പങ്കെടുക്കാറുണ്ട് എന്ന് അറിഞ്ഞു. പിന്നെ പത്തനാപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ സർക്കാർ സംഘടിപ്പിക്കുന്നത്, സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോൾ പല കാരണങ്ങളാൽ മൊഴിമാറ്റാൻ തടസ്സം വരും പലർക്കും. ഒരു ഭാഷ അറിയാമായിരുന്നിട്ടും ഒരു കൃതി മൊഴിമാറ്റുന്നതിനുള്ളൊരു അറിവ് ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ഒരാളെ നമുക്ക് നേരിട്ട് കിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ DGPയുടെ സഹോദരൻ അത്യാവശ്യം പ്രൊഫസറാണ്, ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ DGPയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അന്ന് ആ പ്രദേശത്തെ MLA കൈപ്പോങ്ങൽ MLA VS സുനിൽകുമാർ ഞാൻ നേരിട്ട് കണ്ടു. അദ്ദേഹം പിന്നീട് മന്ത്രിയാവുന്നു. സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി എളുപ്പമായി. മന്ത്രിയുടെ അടുത്ത് ചെന്നു. മന്ത്രി വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് DGPയുടെ പേഴ്സണൽ നമ്പർ തന്നു. അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ പോയി ഞാനിത് ദൈവദശകം
ഒഡിയ ഭാഷയിലുള്ള കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ 3 പതിറ്റാണ്ടിലേറെയായി ഇവിടെ പ്രവർത്തിക്കുന്നതാണ്, സഹോദരൻ്റെ സഹായത്തോടു കൂടി ഞാൻ തന്നെ ഇത് മൊഴി മാറ്റാം, കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. പലപ്പോഴും അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ഞാൻ തന്നെ ആശങ്കപ്പെട്ടിരുന്നു. ഓരോ സമയത്ത് ചെല്ലുമ്പോഴും സംസ്ഥാന തലത്തിലെ പ്രമാദമായ എന്തെങ്കിലും കേസുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് നീട്ടി വയ്ക്കും. 6-9 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അത് മൊഴി മാറ്റി എനിക്ക് എൻ്റെ കൈവശം തന്നു. തന്നിട്ട് അദ്ദേഹവും ഈ ദൈവദശകത്തെ ചേർത്ത് പിടിച്ചിട്ട് ഇത് എനിക്ക് ശിവഗിരി സന്നിധിയിലെത്തിയിട്ട് സമർപ്പിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അതുപോലെ തന്നെ ശിവഗിരിയിൽ വന്നിട്ട് അദ്ദേഹം സമാധി മന്ദിരത്തിന് താഴെ വന്നിട്ട് ഇത് ചൊല്ലി സമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ഈ മൊഴി മാറ്റിയ 100 പേരുടെയും അനുഭവങ്ങൾ. ഓരോരുത്തരും ഇങ്ങനെ ഗുരുവിന്റെ സന്ദേശങ്ങൾ അവര് ഇതുവരെ ഗുരുവുമായിട്ടോ കേരളവുമായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത ആഫ്രിക്കയിലെ രാജ്യങ്ങളിലെ ആഫ്രിക്കൻസ്, അതുപോലെ കെനിയയിലെ പടിഞ്ഞാറൻ കെനിയയിലെ ഭാഷകൾ, ബുഗുസു ഉൾപ്പെടെയുള്ള ഭാഷകളിലൊക്കെ മൊഴി മാറ്റിയപ്പോൾ ഏറെ പ്രയാസവും അനുഭവപ്പെട്ടു. കാരണം മായ എന്നുള്ള പദം, മായാവി എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിലേക്ക് അത് മായാജാലക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ മജീഷ്യൻ എന്ന അർത്ഥം വരുള്ളൂ. പക്ഷെ ഗുരു ഇവിടെ മായാവി എന്ന് ഉദ്ദേശിക്കുന്നത് മജീഷ്യനല്ല, മാജിക്കാരനല്ല ഉദ്ദേശിക്കുന്നത്, അദൃശ്യമായ ഈശ്വര ശക്തിയാണ്. പക്ഷെ അതിന് അനുയോജ്യമായ പദം ഫ്രഞ്ച് ഭാഷയിൽ ഫ്രഞ്ച് മൊഴിമാറ്റുന്നതിന്. അപ്പോൾ ഫ്രഞ്ച് മൊഴിമാറ്റുന്നതിന് വീണ്ടും ആളെ കാണേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ അത് കേരളത്തിൽ ഫ്രഞ്ച് അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അതിൽ തന്നെ കേന്ദ്രമന്ത്രി ശശി തരൂരാണ് ഫ്രഞ്ച് ഭാഷയിൽ കൂടുതൽ ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഖേന നേരിട്ട് ഡൽഹി ഓഫീസിൽ പോയി കണ്ടു. അദ്ദേഹം ഇത് ഫ്രഞ്ച് ഭാഷയിൽ, അപ്പോൾ അദ്ദേഹത്തിന് മൊഴി മാറ്റാമെന്നുള്ള ഒരു എത്തി. പക്ഷേ മറ്റു വിവാദങ്ങളായാലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം മറ്റൊരാളെ പ്രൊഫസറെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹമാണ് ഫ്രഞ്ച് ഭാഷയിലേക്ക് മൊഴി മാറ്റിയത്. അങ്ങനെ ഒരു മഹാഗുരുവിൻ്റെ ഒരൊറ്റ കൃതിയാണ് കേട്ടോ ചെയ്തപ്പോഴുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ശൃംഖല എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ കുറച്ചുകൂടി പുതിയ തലമുറയായി, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമുക്കറിയാം ഏകദേശം എത്ര പ്രായമുള്ളവരാണ്, പുതുതലമുറയിലേക്ക് എത്തണം. അപ്പോൾ ഒരു പക്ഷേ പുതുതലമുറയിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ഒരു 20-നും 40-നും ഇടയിലുള്ള യുവാക്കളെയൊന്നും പെട്ടെന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെത്തിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, ആദ്യഘട്ടത്തിൽ പെൺകുട്ടികളിലൂടെ ഇതെത്തിക്കാൻ എന്താണ് മാർഗം. അപ്പോൾ ദൈവദശകം എന്ന കൃതി മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിക്കുന്നതിന് കലാമണ്ഡലം ഹൈമാവതി എന്ന കലാമണ്ഡലത്തിലെ മേധാവിയെ ഞാൻ നേരിട്ട് അവരുടെ വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ അവിടെയും ജാതിയുടെ പല തിരിവുകളൊക്കെ നമുക്ക് അവിടെയും എല്ലായിടത്തും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവർ വളരെ മനോഹരമായി ഇത് സ്വീകരിച്ചു. ഗുരുവിൻ്റെ കൃതിയാണ്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അവരിത് മോഹിനിയാട്ടത്തിലൂടെ ചിട്ടപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ആദ്യ ശകലങ്ങൾ ഇതിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ പറയുന്നത് മോഹിനിയാട്ടം എന്നത് ശൃംഗാരവും ലാസ്യവുമാണ്. അതുകൊണ്ട് ഗുരുവിൻ്റെ ഉപനിഷത്ത് സമാനമായ ഈ കൃതി അങ്ങനെ മാറ്റുന്നത് ശരിയല്ല എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട 1-2 എഴുത്തുകാർ, ഒരു എറണാകുളം ജില്ലയിൽ നിന്നുള്ള മഹിളാ നേതാവ് ഉൾപ്പെടെ അത് മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളതിന് ഒരു ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനൊന്ന് സച്ചിദാനന്ദ സ്വാമിയെ ഇപ്പോഴത്തെ മഠം പ്രസിഡന്റ് അന്ന് അദ്ദേഹം എനിക്ക് ഡയറക്ടർ ബോർഡല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടു, ചാലക്കുടി ആശ്രമത്തിൽ വെച്ച് കണ്ടു. ഞാൻ ചാലക്കുടി ITയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാലക്കുടിയിൽ ആശ്രമത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ട് ആ ഒരു വാത്സല്യം നമ്മളോട് ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇത് അവതരിപ്പിച്ചു. സ്വാമി അത് പറഞ്ഞു 100% താല്പര്യത്തോടുകൂടി ചെയ്തു. അവരുടെ ആരാണോ അവരുടെ കൃതികൾ, ഒരു കൃതി ഗുരുവിൻ്റെ കൃതി അവരുടെ ഭാഷയിൽ അവരുടെ അറിയാവുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കുന്നതിന് വലിയ പിന്തുണ സ്വാമി നൽകി. അങ്ങനെയാണ് ദൈവദശകം നൃത്താവിഷ്കാരത്തിലൂടെ നാം അവതരിപ്പിച്ചത്. ഇപ്പോൾ ഈ പ്രദേശത്തെ SNDP ശാഖയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുധർമ്മ പ്രചരണ സഭയുടെ യൂണിറ്റോ എടുത്ത് നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു പെൺകുട്ടി ദൈവദശകം അവതരിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗുരുകൃതി ഏതെങ്കിലും ഒന്ന് അവരുടെ നൃത്തത്തിലൂടെ അവർ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ഇത് ഉറപ്പാണ് പറയാൻ. കാരണം 1536 കുട്ടികൾ വന്നു, ആദ്യം ഗിന്നസ് റെക്കോർഡ് കിട്ടി. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് SNDP യോഗം കുണ്ടലിനി പാട്ട് എന്ന ഗുരുവിൻ്റെ കൃതി യോഗ തത്വങ്ങളിൽ അധിഷ്ഠിതമായ
കുണ്ടലിനിപ്പാട്ട് മോഹിനിയാട്ടത്തിലൂടെ തന്നെ ചിട്ടപ്പെടുത്തി അങ്ങ് തൃശ്ശൂർ തേക്കിൻകാട് വടക്കുനാഥ ക്ഷേത്ര മൈതാനിൽ അവതരിപ്പിച്ചു. ഒരുപക്ഷെ ദൈവദശകത്തിന് ലഭിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ദൈവദശകത്തെ എങ്ങനെയാണോ നെഞ്ചോട് ചേർക്കുന്നത് ആ ഒരു പ്രാധാന്യം ചിലപ്പോൾ പിന്നീടുള്ള കിട്ടിയെന്ന് വരില്ല. കാരണം പിന്നെ അവിടുത്തെ ആ ഒരു ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞതോടുകൂടി അത് കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ദൈവദശകം എന്ന കൃതി അങ്ങനെയല്ല. എല്ലാ കുട്ടികളും ഓരോ അവരുടെ തറവാട് ക്ഷേത്രങ്ങളിലാകാം, പ്രചരണ സഭ യൂണിറ്റുകളിലാകാം, SNDP ശാഖാ വാർഷികങ്ങളിലാകാം, ആയിരക്കണക്കിന് വേദികളിലായി അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്നിവിടെ ദൈവദശകം അവതരിപ്പിക്കുന്ന കലാമണ്ഡലം മാധുരി ടീച്ചർ ദൈവദശക കൂട്ടായ്മയ്ക്ക് വേണ്ടി 100 വേദികളിൽ ദൈവദശകം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. 84 വേദികൾ അവരുടെ പിന്നിട്ടു. ഞാൻ അവരോട് ഒരു പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിലാണ് ഈ കഴിഞ്ഞ 3 മാസത്തിനിടെ ഡൽഹിയിൽ അവർ അവതരിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേജ് സംവിധാനമൊക്കെയാണ് ഇതിന് അവതരിപ്പിക്കുന്നതിനൊരു അനുയോജ്യമാകുക. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വീടിന് സമീപം അങ്ങനെ ഒരുക്കിയ ഒരു പന്തലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്നെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഔദ്യോഗിക ഭാരമായി ആകുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് എന്നെ കൃഷ്ണമാരട്ടം വിളിച്ചത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. 2 വർഷം മുമ്പ് വിളിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആ വിവരം അവരോട് പറഞ്ഞിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇനി ഇവിടെ നിന്നും നമുക്ക് ഗുരുവിന്റെ കൃതി എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാനുള്ള രീതിയിൽ. പക്ഷെ അവർ 85ാമത്തെ വേദിയാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നത്. പിന്നീട് നമ്മൾ ചെയ്തത് കുണ്ടലിപ്പാട്ട് ഡോക്ടർ രജിത രവി കലാമണ്ഡലത്തിലെ HOD ഇപ്പോഴത്തെ HOD പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ചിദംബരാഷ്ടകം എന്ന കൃതി, ഗുരുവിന്റെ ശിവപ്രസാദ എന്ന കൃതി. ഇപ്പോ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതി മഹാഗുരു ചിദംബരാഷ്ടകം എന്ന കൃതി മഹാഗുരു ചിദംബര ക്ഷേത്രത്തിൽ ദർശനത്തിൽ പോയി. അപ്പോ ശിഷ്യൻ ആയ ശിവലിംഗദാസ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം, കാരണം നമ്മുടെ ഈ കുഞ്ഞ് പ്രദേശത്തൊക്കെ ശിവക്ഷേത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതിനൊക്കെ സാംബ സദാശിവൻ, ഇതിനൊക്കെ അവസാനം സാംബ സദാശിവനായ ചിദംബരനാഥനാണ്. അങ്ങനെയാണ് ഗുരു അവിടെ പോയത്. അവിടെ പോയപ്പോൾ രചിച്ച കൃതിയാണ് ചിദംബരാഷ്ടകം എന്ന കൃതി. ശിവപ്രസാദ പഞ്ചകവും അരിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം മഹാപ്രതിഷ്ഠയ്ക്ക് ശേഷം അത് രണ്ടും നമ്മളിപ്പോൾ നൃത്ത രൂപത്തിൽ അവതരിപ്പിച്ചു. ഈ ഓരോ കൃതികളും ഓരോ 63 കൃതികളിൽ കണ്ടെടുത്ത 63 കൃതികളിൽ ഇതുവരെ ഈ നൃത്തരൂപത്തിലേക്ക് ചെയ്തിരുന്നില്ല. ചെയ്തപ്പോഴാണ് ഒരു വലിയ വിഭാഗത്തിലേക്ക്, ഒരു കുട്ടികളിലേക്ക് ഗുരുവിന്റെ സന്ദേശം പോലും ചർച്ച ചെയ്യാത്ത വിഭാഗം ആളുകളിലേക്ക് പോലും ഈ കൃതി എത്തുന്നത്. നാം ഇപ്പോൾ ചെയ്യാൻ പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതി കൊടുത്തപ്പോൾ, അതായത് ഗുരുവിന്റെ കൃതി അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. പിണ്ടനന്ദി കൃതി നമ്മളൊന്നും ദിനം പ്രതിയാലയമായി ചൊല്ലുന്നതല്ല. പക്ഷേ ഇത് ഒരു മനുഷ്യൻ ജനിച്ചു വരുന്ന, ഒരു കുഞ്ഞ് ജനിച്ചു വരുന്ന ഒരു കാലയളവ്, ഒരു 9 മാസവും 9 ദിവസവും മണിക്കൂറുകളും കഴിഞ്ഞ് ഭ്രൂണാവസ്ഥയിൽ നിന്ന് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസവും 9 ദിവസവും മണിക്കൂറുകളും കഴിഞ്ഞ് പുറത്തേക്ക് ഒരു മനുഷ്യ ജന്മമായി വരുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയക്ക് ഗുരു ഭഗവാനോട് നന്ദി പറയുന്ന ഒരു കൃതിയാണ് പിണ്ടനന്ദി. ഞാനിതൊരു ഡോക്ടറോട് പങ്കുവെച്ചപ്പോൾ ഇതിൻ്റെ അവതരിപ്പിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ രാജശ്രീ വാര്യരുണ്ട്, വലിയ നർത്തകിയാണ് തിരുവനന്തപുരത്ത്. അവരാണിത് അമേരിക്കയിലെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഡോക്ടർ പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള കൃതി പിണ്ടനന്ദി. അത്രയും ഗുരുവിൻ്റെ ഓരോ കൃതികളും എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ വിദേശത്ത് താമസിക്കുന്നവർ. ഇപ്പം ഞാൻ UK ഈ ഏറ്റവും ഒടുവിൽ UK സച്ചിദാനന്ദ സ്വാമിയോടൊപ്പം പോയി. ആ ദൈവദശകത്തിൻ്റെ 104 ഭാഷകളിലുള്ള പുസ്തകം അവിടെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോയത്. ഓക്സ്ഫോർഡ് സർവകലാശാല എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 സർവകലാശാലകളാണ്. നമ്മുടെ ഇത് 100 ഭാഷകളിൽ ഈ കൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മെയിൽ അയച്ചപ്പോൾ അതിനെ സ്വീകരിച്ച് അവിടുത്തെ മലയാളി നമ്മുടെ ശ്രീനാരായണ സംഘടന, അവിടുത്തെ ശ്രീനാരായണ സംഘടനയുടെ നേതൃത്വത്തിൽ അവിടുത്തെ മേയർ, ഓക്സ്ഫോർഡ് മേയർ ഇത് സമർപ്പിച്ചു. അതാണ് അന്നുണ്ടായ വലിയ സംഭവം. അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ പോലും കുട്ടികൾ ഗുരുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തിരി മടി കാണിക്കാറുണ്ട്. ഞാനെടുത്ത് ഞങ്ങളുടെ തീരദേശ മേഖലയിൽ വീട്ടിൽ പോയപ്പോൾ അവർ PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഏകദേശം
രൂപം അവർക്ക് കിട്ടി. കാരണം നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ദൈവദർശനമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. PSC പരീക്ഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ്. അവരുടെ ചോദ്യം വന്നത് മലയാളത്തിൽ ഏത് കൃതിയാണ് 100-ലേറെ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇത് പറയുമ്പോൾ അതൊരു നിയോഗമാണ്. എൻ്റെ അച്ഛൻ്റെ ഗുരുധർമ്മ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആ ഒരു എന്നിലൂടെ കാണിച്ചു തന്ന ഒരു വഴിയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് 1-2 ഭാഷ അറിയാവുന്നവർക്ക് ലോകത്തെ മുഴുവൻ ആളുകളെ സമീപിക്കാനും മെയിൽ അയക്കാനും അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ആ മൊഴി മാറ്റിയെടുക്കാനും അതൊരു പുസ്തക രൂപത്തിലാക്കാനും അതൊരു ചരിത്രമാകാനും PSC പരീക്ഷയ്ക്ക് ചോദ്യമാകുന്നതൊക്കെ അതൊരു നിയോഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതെന്തായാലും ഈ ഗുരുധർമ്മ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഞാനത് പരമാവധി അത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചെല്ലുന്ന വേദികളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മുടെ പുതിയ ആശയം വെച്ചിട്ട് ഗുരുധർമ്മ പ്രചരണ സഭ ജില്ലാ കമ്മിറ്റി ഒരു ആശയം പറഞ്ഞു. 100 പുതിയ യൂണിറ്റുകൾ രൂപീകരിക്കണമെന്ന ആശയം പറഞ്ഞു. അതോടൊപ്പം ഗുരു സന്ദർശിച്ച തൃശ്ശൂർ ജില്ലയിൽ ഗുരുവിന്റെ പാദസ്പർശമേറ്റ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഗുരു സന്ദർശിച്ച തൃശ്ശൂർ ജില്ലയിൽ സന്ദർശിച്ച വീടുകൾ കേന്ദ്രീകരിച്ച് ഗുരുസ്മൃതി സംഗമങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങൾ റിലേറ്റീവ്സ് പല സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ കൊടുങ്ങല്ലൂരിലാണ് ആദ്യം നടത്തിയത്. കൊടുങ്ങല്ലൂരിലെ ഒരു വീട്ടിൽ ഞാനപ്പോൾ വളരെ ചെറുപ്പം മുമ്പെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഗുരു എറണാകുളം ജില്ലയില് മൂത്തുകുന്ന് ശ്രീനാരായണ മംഗലം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ അത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ വള്ളത്തില് കനോലി കനാൽ വഴി വള്ളത്തില് അതൊരു വിജയത്തോട് കോട്ടപ്പുറമൊക്കെ അറിയാവുന്നവർക്കറിയാം. വിജയത്തോട് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. സത്യത്തിൽ ആ വിജയത്തോട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ചരിത്രം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. കൊച്ചി ദിവാനായിരുന്ന വിജയരാഘവൻ ആചാര്യ ഉണ്ടായിരുന്നു. ഈ വിജയരാഘവൻ ആചാര്യ കൊച്ചിയിൽ നിന്ന് രാജാവ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തൊട്ടടുത്തൊരു പ്രദേശം തിരുവിതാംകൂറിന്റെ പ്രദേശമാണ്. കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ പ്രദേശമാണ്. അപ്പൊ തിരുവിതാംകൂർ അതിർത്തിയിലൂടെ കൊച്ചിയുടെ വള്ളം പോയപ്പോൾ അത് പിടിച്ചെടുത്തു. അപ്പോൾ അത് പിടിച്ചെടുത്തപ്പോൾ ദിവാൻ അറിഞ്ഞപ്പോൾ അന്നത്തെ അവസ്ഥയിൽ ദിവാന് തോന്നുകയാണ് ദിവാന്റെ പ്രദേശത്തുകൂടെ, അതായത് കൊച്ചി രാജ്യത്തിന്റെ അധീനതയിലൂടെ ഒരു തോട് നിർമ്മിച്ച് അവിടെ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെയും അടുത്തേക്ക് ആ തോട്, ഇപ്പോഴും ആ തോട് നിലനിൽക്കുന്നുണ്ട്, ആ തോടിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ആ തോട് മാർഗമാണ് ഗുരു വന്നത്. അപ്പോൾ ആ എൻ്റെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയതാണെങ്കിൽ പോലും ഗുരു വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടുകാരെ കാണാൻ ശ്രമിച്ചു. അത് അന്നും ഈ ഗുരുധർമ്മ പ്രചരണ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനമൊന്നുമില്ല, നമ്മുടെ മനസ്സിൽ തോന്നി അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണണം. അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോഴുള്ള അത് താമസിക്കുന്ന ഡോക്ടർ PS ഹരിശങ്കറാണ്. അദ്ദേഹം റിട്ടയർഡ് ജീവനക്കാരനാണ്. അദ്ദേഹം അവരുടെ കുടുംബത്തോട് താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഗുരു വന്ന് വിശ്രമിച്ച കട്ടിലുണ്ട്. അതുപോലെ ഗുരു പുറത്ത് വിശ്രമിച്ചത് എലിഞ്ഞി മരം ഇപ്പോഴും തറ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്, ഭദ്രദീപം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് മനോഹരമായ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ തോന്നി. അത് ഒരു സ്മൃതി സംഗമം പോലെ നടത്തി. അദ്ദേഹം അന്ന് ആ സംഗമത്തിൽ നമ്മുടെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറി അസംഗാനന്ദ ഗിരിസ്വാമി വന്നിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള വേദിയിൽ ഗുരു വന്ന കഥ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞ കഥകൾ മുഴുവൻ അദ്ദേഹം അന്ന് അവിടെ പങ്കുവച്ചു. അതുപോലെ ജില്ലയിൽ മുഴുവൻ ഇപ്പോൾ ഗുരു പിന്നീട് വന്നത് അടിപ്പറമ്പിൽ തറവാടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്ത് ഗുരുവിനെ ചികിത്സിച്ച ചോലൈ കുടുംബം വന്നിട്ടുണ്ട്. അതുപോലെ പെരിങ്ങോട്ടുകരയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് പാടാനപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. ചാവക്കാട് ക്ഷേത്രത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ വിശ്വനാഥ ക്ഷേത്രം, കാരമുക്ക്, പൊങ്ങണക്കാട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം, അതുപോലെ ശങ്കരാനന്ദ സ്വാമികളുടെ കോമത്തുകാട്ടിൽ വീട്, കുറുമാലിപ്പുഴയുടെ തീരത്ത് കോമത്തുകാട്ടിൽ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ വീട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ 2019 വെള്ളപ്പൊക്കത്തിനൊക്കെ ഒന്നും പറ്റാതെ ഇപ്പോഴും ആ തറവാട് വീണ്ടുണ്ട്. അടുത്ത മാസങ്ങളിലായിട്ട് അവിടെ നമ്മൾ ഗുരുസ്മൃതി സംഗമങ്ങൾ നടത്തും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മാറി കുറേയൊക്കെ ആളുകളുടെ മനസ്സിന് വേണമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും പഴയ ഓർമ്മകൾ പങ്കുവെക്കണം, ഗുരുസ്മൃതികൾ നടത്തണം, അല്ലെങ്കിൽ അത്തരം ഒരു ആശയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മക്കളോട് കൂടി ഈ സന്ദേശം പ്രചരിക്കാൻ അല്ല മനസ്സിലെങ്കിലും പതിക്കാൻ പറയണം. അവർ സജീവമായിട്ട് അവർക്ക് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് പറ്റില്ല. അതിലൊരു ഉദാഹരണം ഞങ്ങൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയാറുണ്ട്. ആദ്യം അവർ പറയും അവർക്ക് താല്പര്യമില്ലെന്ന് നിങ്ങൾ പറയും. മക്കളെ എന്തെങ്കിലും ഗുരുവിന്റെ കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുമ്പോൾ അവർക്കത് താല്പര്യമില്ല എന്ന് പറയും.
ശരിയായിരിക്കാം. എൻ്റെ മകൻ 10ാം ക്ലാസ്സുകാരനോട് പറയുമ്പോഴും അവർ പക്ഷേ ദൈവദശകം പ്രസംഗ രൂപേണൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോഴും പറയും താല്പര്യമില്ല എന്ന് പറയും. നമ്മളവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നടത്തി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരു സ്കൂൾ സമയത്ത് നിങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേരമക്കൾ, വിദ്യാർത്ഥികളായ പേരമക്കൾ സ്കൂൾ സമയത്ത് സിനിമാ തിയേറ്ററിൽ പോയിരുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യുക? സിനിമാ തിയേറ്ററിൽ പോകുന്നു, ഒരു ദിവസം സിനിമാ തിയേറ്ററിൽ പോയി എന്ന് കണ്ടാൽ നിങ്ങൾ അത് ഏത് വിധേനയും തടയും. ഒന്നുകിൽ അധ്യാപകരോട് പറഞ്ഞ് സമ്മതിക്കില്ല, സ്കൂൾ സമയത്ത് പോകുന്നു, നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അധ്യാപകർ ആ വിദ്യാലയത്തിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചർമാർക്ക് പേടിയാവും, അവർ സമ്മർദ്ദം ചെലുത്തും. അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? അവർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പകൽ സമയത്ത് സ്കൂൾ പോകാതെ സിനിമയ്ക്ക് പോകുന്നത് നമ്മൾ തടയുന്നത്. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ സ്നേഹപൂർവ്വം അവരെ സമ്മർദ്ദം ചെലുത്തണം. നമ്മുടെ മനസ്സിൽ നിന്ന് ആത്മീയത അന്ധവിശ്വാസത്തിലേക്ക് പോകണ്ട, ചെറിയ ആത്മീയതയിലൂടെയൊക്കെ പോകണം. മഹാഗുരുവിൻ്റെ ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് തള്ളിവിടണം. ഗുരുവിൻ്റെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതം, ജോലി ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. പക്ഷേ എത്ര നിരീശ്വര വിശ്വാസിയാണെങ്കിൽ പോലും, ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മനസ്സിലായത്, എത്ര നിരീശ്വര വിശ്വാസിയാണെങ്കിൽ പോലും അവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, പ്രാർത്ഥനകൾ കൊണ്ടുണ്ടാകുന്ന മാറ്റം എന്താണെന്ന്, നമ്മുടെ കർമ്മപദത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്വാധീനം എന്താണെന്ന് അവർക്കറിയാം. അവരൊരു നിമിഷം ഒന്നുകിൽ അവരേത് ആശയത്തിലാണോ വിശ്വസിക്കുന്നത് ആ ആശയത്തെ ഒന്ന് മുറുകെ പിടിച്ച് ധ്യാനിക്കും, അല്ലെങ്കിൽ അവരേത് ആത്മീയാചാര്യനെയാണോ വിശ്വസിക്കുന്നത് അതിനൊന്ന് മുറുകെ പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ ഒന്ന് പ്രാർത്ഥിക്കും. അവിടെയാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ ആരും കർമ്മം, ജോലി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന വേണമെന്നുള്ള സന്ദേശം ഗുരു സന്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പകർന്നു നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, നന്ദി. ജയിക്കുക ചിദാനന്ദ ദയസിന്ധു ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാവാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാപ്തിക്കോരാവിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ
തോണി നിൻ പദം നാവികൻ ഭവാഭിക്കുരാവി വൻ തോണി നിൻ പദം ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാഭിക്കുരാവി വൻ തോണി നിൻ പദം എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ സ്പന്ദമാകൾ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ സ്പന്ദമാകൾ അന്നവസാദിമുക്താരെ തന്നു രക്ഷിച്ചു ഞങ്ങളെ അന്നവസാദിമുക്താരെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ ആഴിയും തിരയും കാറ്റും ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകും ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും
നിത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധോ ജയിക്കുക ആഴമേറും നിൻമഹസാമായി ഞങ്ങളാകവേ ആഴമേറും നിൻമഹസാമായി ഞങ്ങളാകവേ ആഴമേറും നിൻമഹസാമായി ഞങ്ങളാകവേ ആഴണം വാഴണം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം 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 ശങ്കനിനാഥ സമന്വയഠം ധമരുകമേളം
തക്കിട്ടച്ചം തച്ചം തകജം തകറും കിട തകതച്ചം തക്കജം തക്കിട്ടച്ചം തക്ക തക്കിട്ടച്ചം തച്ചം തകജം തകറും കിട തകതച്ചം തകജം തക്കിട്ടച്ചം തക തക്കിട്ടച്ചം തകുതരി കിട തകതച്ചം തകജം തക്കിട്ടച്ചം തക തക്കിട്ടച്ചം തകുതരി കിട തകതച്ചം തകരം തകണം കിട തകജം തകറും തതിക്കിട്ട ഉദാം തതിക്കിട്ട ഉദാം തതിക്കിട്ട ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കട നാശന പാഹി ശിവ ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കട നാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻ ഭവനാടകമാടുമരും പൊരുളേ തച്ചം തക്കജം തക്കിട്ടജം തക്ക തക്കിട്ടജം തച്ചം തകജം തകറും കിട തകതച്ചം തക്കജം തക്കിട്ടജം തക്ക തക്കിട്ടജം തച്ചം തകജം തകറും കിട തകതച്ചം തകജം തക്കിട്ടജം തക തക്കിട്ടജം തകുതരി കിട തകതച്ചം തകജം തക്കിട്ടജം തക തക്കിട്ടജം തകുതരി കിട തകതച്ചം തകരം തകണം കിട തകജം തകറും തതിക്കിട്ട ഉദാം തതിക്കിട്ട ഉദാം തതിക്കിട്ട ഉദാം പൊരുളെന്നു മുടമ്പൊടു മക്കളുയർത്തിരളന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പൊരുളെന്നു മുടമ്പൊടു മക്കളുയർത്തിരളന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പൊരുളെന്നു മുടമ്പൊടു മക്കളുയർത്തിരളന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പൊരുളെന്നു മുടമ്പൊടു മക്കളുയർത്തിരളന്നുമിതൊക്കെയനർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ dim takunga dim dim takunga dikunga dim 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 takunga dikunga gukunga tatikitachum takatatikitachum takatiku tatikitachum dim takunga dim dim takunga dikunga dim 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 takunga dikunga gukunga tatikitachum takatatikitachum takatiku tatikitachum dim 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 takunga dim dim takunga dim dim gukunga dim takunga dim gukunga dim takunga kidatiku tatikitachum kidatiku tatikitachum kidatiku tatikitachum tacham takajam takitachum takka takitachum tacham takajam takarum kidatakatacham takajam takitachum takka takitachum tacham takajam takarum kidatakatacham takajam takitachum takka takitachum takudari kidatakatacham takajam takitachum takka takitachum takudari kidatakatacham takaram takanam kidatakatacham takaram tadikitta udam tadikitta udam tadikitta udam വെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടി നീരടി തട്ടിയ കത്തു നിറഞ്ഞിരുന്നി പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടി നീരടി തട്ടിയ കത്തു നിറഞ്ഞിരുന്നി പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടി നീരടി തട്ടിയ കത്തു നിറഞ്ഞിരുന്നി
നീകരണം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കൊണ്ടൊലൊടൊത്ത കടൽ കളവുണ്ടൊരു സീമ നിനക്കുനഹി കളമുണ്ടു കറുത്തതു നീകരണം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയെ ിരുത്തിയനങ്കരസക്കരി തട്ടിയെറിഞ്ഞു കലം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനക കൊടിയെ കടലേകുക നീ കരിവെന്നിരുത്തിയനങ്കരസക്കരി തട്ടിയെറിഞ്ഞു കലം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനക കൊടിയെ കടലേകുക നീ തട്ടിയെറിഞ്ഞു കരം കഴുകി തനിമുക്തി പടുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കടലേകുക നീ കനകക്കൊടിയെ കടലേകുക നീ കനകക്കൊടിയെ കടലേകുക നീ കനകക്കൊടിയെ കടലേകുക നീ കമ്മിറ്റി സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച ഈ കുടുംബത്തോടും ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ഈ അവസരത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.